Good morning and welcome back to yet another video of Free Jesus. Good morning അല്ല, ശരിക്കും പറഞ്ഞാൽ ഉച്ചയായി. നമ്മൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി, അതുകൊണ്ട് ഉച്ചയായി സമയം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം എന്താണ് ഇന്നത്തെ അവസ്ഥയാണ്. അത്ര കഴിഞ്ഞു കയറി പൊളി പൊളി. അതെ, അവിടെ നിന്ന് വിളിച്ച് സർവീസ് സെൻ്ററിൽ നിന്ന് വിളിച്ച് വണ്ടി റെഡി, ഇപ്പം വന്ന് എടുത്തോളാൻ പറഞ്ഞു. ഇപ്പം പോയിട്ട് കന്നി വരൂ. അപ്പം ഞാൻ എടുത്ത് തരാം. നാളെ രാവിലത്തേക്ക് ഓക്കെ, അത് ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മുടെ ബംബിൾ ബീ തിരിച്ച് വന്നിരിക്കുകയാണ്. നമ്മുടെ കാറിന് നമ്മൾ പേരിട്ടത് ബംബിൾ ബീ എന്നാണ് ഗൈസ്. നമ്മളെപ്പോഴും നമ്മുടെ വണ്ടികൾക്ക് ഓരോരോ പേരിടും. അങ്ങനെ നമ്മുടെ നമ്മുടെ കാറിൻ്റെ പേരാണ് ബംബിൾ ബീ. ബംബിൾ ബീ പണിയെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് തിരിച്ചിറക്കുന്നതാണ് സർവീസ് സെൻ്ററിൽ നിന്ന്. നമ്മുടെ ബംബിൾ ബീയെ പോയി എടുത്ത് ഹാപ്പി ആയിട്ട് തിരിച്ച് വരാം. അപ്പം ഞാൻ എത്രയും പെട്ടെന്ന് പോയി ഫുഡൊക്കെ അടിച്ച്, അതായത് ലഞ്ച് അടിച്ചിട്ട് പോയി നമ്മുടെ ബംബിൾ ബീ എടുത്ത് ബംബിൾ ബീക്ക് അകത്തിരുന്ന് വീഡിയോ എടുക്കാം. ഓക്കെ ഗൈസ്. അപ്പം ഇന്നലെ സംഭവിച്ചതെന്ന് വെച്ചാൽ രാത്രി നമ്മൾ കിടക്കാൻ കുറച്ച് ലേറ്റായി, കുറച്ചല്ല അത്യാവശ്യം നല്ല ലേറ്റായി. ഇന്നലെ ഏത് സിനിമയാണ് കണ്ടത്? അയ്യോ മറന്നു. കേസരി 2 ഇപ്പോഴാണ് കാണുന്നത്, ഇറങ്ങിയിട്ട് കുറേ നാളായി. കേസരി 2 ഇന്നലെ കണ്ടു. കിടിലൻ പടം, നമ്മുടെ ജാലിയൻ വാല ബാഗിൻ്റെ നല്ല പടം. മാധവൻ്റെയും അക്ഷയ് കുമാറിൻ്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു. കുറേ നാൾക്ക് ശേഷം നല്ലൊരു പെർഫോമൻസ് അക്ഷയ് കുമാറിനെ കണ്ടു. അല്ല, ഇത് റിവ്യൂ ഒന്നും അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ ഗൈസ്. അങ്ങനെയാണ്. ഇവിടെ ആര് കിടക്കുന്ന കണ്ടോ ഗൈസ്? മിലിക്കുട്ടിയേ ഒരു മക്കളെ, എന്താ ഉണ്ടാപ്പി? ബംബിൾ ബീ വന്നു. ബംബിൾ ബീ എടുക്കാൻ പോവാന്നു. ഉണ്ടാപ്പി വരുന്നാ? ഉണ്ടാപ്പി കമ്മിങ്? ഉണ്ടാപ്പി നോട്ട് കമ്മിങ്? ഉണ്ടാപ്പി വരണ്ട. ഉറക്കത്തിലാണോ മക്കളെ? നല്ല ഉറക്കത്തിലാണോ? കിടന്നു. ശരി ഗൈസ്, അപ്പം പറഞ്ഞ പോലെ നമുക്ക് പോയി വണ്ടിയൊക്കെ എടുത്തിട്ട് ജോളിയായിട്ട് തിരിച്ചു വരാം ഗൈസ്. കഴിക്കാൻ പോവാ. കഴിക്കാം. ഞാനിപ്പോ ഒരു പാട്ട് പാടിയില്ലേ, ഇങ്ങനെ നാമല്ലോ തീരത്ത ഓളങ്ങൾ. അത് മിന്നൽ വാള, അതിന്റെ പാട്ടാണോ പാടിയത്? അതിലാണെങ്കിൽ അവൾ ഓവർ സംഗതി ഇട്ട കഴിക്കാം. സിത്താരയാണ് പറയണത്, പാട്ടുകാരി സിത്താരയ്ക്കാണ് ഇത്രയും കുറ്റം കുറവുകൾ. ശരി ഗൈസ്, അപ്പം ഞാൻ പോയി കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിഞ്ഞു, നമ്മൾ സർവീസ് സെൻറ്ററിലോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ ഒരുങ്ങാനുള്ള ഒരു തന്ത്രപ്പാട് നിൽക്കുകയാണ്. ഞാൻ കുറച്ച് മുമ്പ് ഇപ്പം ഒരു സ്റ്റോറി ഇട്ടായിരുന്നു, എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. അതായത് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മീൽ ഓഫ് ദി ഡേ എന്നുള്ളൊരു സാധനം ഒരു മിത്താണത് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി ഇട്ടായിരുന്നു ഗൈസ്. ഇപ്പോൾ കുറച്ച് മുമ്പ് ഇട്ടതേ ഉള്ളൂ. ഒരു വീഡിയോ ആണ് അത്. വേറൊരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ, ഒരു എന്താ പറയുക, ഫിറ്റ്നസ് കോച്ച് ഉണ്ടാക്കിയ ഒരാൾ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അതിനെടുത്ത് ഷെയർ ചെയ്തു. ഞാൻ എൻ്റെ സ്റ്റോറി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മീൽ ഓഫ് ദി ഡേ എന്ന് പറഞ്ഞൊരു സാധനം ഒരു മിത്താണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് കണ്ടപ്പോൾ ഷെയർ ചെയ്തു. അപ്പോൾ ഞാൻ പലപ്പോഴും പലയിടത്തും പറയണ ഒരു കാര്യമാണ്. അപ്പോൾ അത് കണ്ടപ്പം, അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് ഷെയർ ചെയ്തതാണ്. അതങ്ങോട്ട് ഷെയർ ചെയ്തു. എൻ്റെ അമ്മോ, ഷെയർ ചെയ്യേണ്ട താമസം. കുറേ അമ്മമാർ ഇൻബോക്സിൽ കയറി മെസ്സേജും കമൻറ്റിൻ്റെ പൂരം. അതായത് ഈ എന്താ പറയുക, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ഗൈസ്. അതായത് ഈ ഫിറ്റ്നസ് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ പലർക്കും പല പെർസ്പെക്റ്റീവാണ്, പലർക്കും പലതും പറയാനുണ്ട്. അതൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഒരു പോയിന്റ് വരെ പറയണ കാര്യം ഒക്കെ ആണെങ്കിൽ
എന്തുവാണ് കുറച്ചെങ്കിലും ഒരു സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഗൈസ്, ഇത് എൻ്റെ ബ്രാൻഡ് തന്നെയാണ് ഗൈസ്. ZH ബ്രാൻഡിൻ്റെ ടീഷർട്ടാണ്. പട്ടി ഷോ ആണെന്ന് അറിയാം, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അത് എൻ്റെ ബ്രാൻഡിൻ്റെ ടീഷർട്ടാണ്. ബാക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടോളൂ. ഓക്കെ, അതിനിടയ്ക്ക് പറഞ്ഞെന്നുള്ളൂ. ഇതാണ് എൻ്റെ ടീഷർട്ട് കേട്ടോ. ഞാൻ കഴുകി നനച്ചു, നേരെ എടുത്തങ്ങ് ഇട്ടു. ടീഷർട്ട് അയൺ ചെയ്തൊന്നുമില്ല, എടുത്തങ്ങ് ഇട്ടു. ഓക്കെ തിരിച്ചു വരാം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സംഭവം ഒരു മിത്താണ്. അതിലോട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടില്ല ഗൈസ്. എന്താ പറയുക, ഈ എന്തെങ്കിലും കണ്ടിട്ടേ ഈ കുറേമാരുണ്ട് ഇപ്പം. അതായത് ഫിറ്റ്നസ്സിനെ കുറിച്ച് ഒരു വിവരമില്ലാത്തമാർ. അതായത് ഫിറ്റ്നസ്സിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറ്റവും മൂലയും ഒക്കെ അറിയാം. ഹെൽത്തിനെ കുറിച്ച്, ഈ ന്യൂട്രീഷനെ കുറിച്ച്, ഫുഡ് ഡയറ്റ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഒരു കൃത്യമായിട്ടുള്ളൊരു ബോധമില്ല. എനിക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള ബോധമൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും അതിനെക്കുറിച്ച് പറയത്തില്ല. അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യും. അപ്പം പറഞ്ഞു തന്നെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചൊന്നും ഒരു വിവരമില്ലാത്തമാർ ഈ കയറി എന്തെങ്കിലും എന്താ പറയുക, എന്തെങ്കിലും ഒരു റീൽ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് ഫിറ്റ്നസ്സിനെ കുറിച്ച് ഇടുമ്പം, അല്ലെങ്കിൽ ഒന്നും വേണ്ട ഒരാളതാ. ഇപ്പം ഞാൻ ഇന്ന് രാവിലെയും കൂടെ കണ്ടുള്ളൂ, ഹൃത്തിക് റോഷൻ മറ്റേ നമ്മുടെ ബാങ് എന്ന സിനിമയിൽ അതിൻ്റെ ഷൂട്ടിന് വേണ്ടി ഈ കടപ്പുറത്ത് മറ്റേ ബോഡിയും കാണിച്ചുകൊണ്ട് ഇങ്ങനെ മസിലും കാണിച്ചുകൊണ്ട് നിൽക്കുന്നൊരു ഫോട്ടോ, പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നൊരു ഒരു ഫോട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഫോട്ടോയിൽ എൻ്റെ അമ്മോ ഇങ്ങനെ അസൂയുള്ളവന്മാരുണ്ട്. ആ ഫോട്ടോന് കുറേമാർ കയറി കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് എന്തുവാണ്, പ്രോട്ടീൻ പൗഡർ, ഒരുത്തൻ്റെ കമൻറ്റ് എനിക്ക് ഓർമ്മയുണ്ട്, പ്രോട്ടീൻ പൗഡർ ആൻഡ് സ്റ്റിറോയിഡ്സ് ഫേക്ക് മസിൽസ്. പ്രോട്ടീൻ പൗഡർ ആൻഡ് സ്റ്റിറോയിഡ്സ് ഫേക്ക് മസിൽസ് ഇങ്ങനെയാണ് ഒരുത്തർ ഇട്ടേക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലാവാത്ത ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിനക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടെങ്കിൽ ഒന്നും ചെന്ന് മൊഴിയാൻ പോകരുത്. ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇത് കമൻറ്റ് വഴി ഞാൻ നോർമലി കമൻറ്റ് കാണുമ്പോൾ തന്നെ റിപ്ലൈ ഇടുകയാണ് പതിവ്. പിന്നെ അതിപ്പോൾ ആളുകൾ പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ് മാറ്റി ഞാൻ ഇപ്പോൾ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു വിവരം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ പോകരുത്. കാരണം കേൾക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് വിവരമുള്ള ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ നമ്മൾ വെറും മണ്ടന്മാരാവുകയാണ്. ഈ പറയുന്ന ആളുകൾ വെറും മണ്ടന്മാരാവുകയാണ്. അതുകൊണ്ട് അത് ദയവ് ചെയ്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു വിവരം ഇല്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ബോധമില്ല, ഒരു അറിവില്ലെന്നുണ്ടെങ്കിൽ അത് മിണ്ടാൻ പോകരുത്. മനസ്സിലായില്ലേ? കാരണം നിങ്ങൾ പറയുന്ന പൊട്ടത്തെറ്റാണ്. മനസ്സിലായി? വെറും മണ്ടത്തിനാണ് പറയുന്നത്. അതുകൊണ്ട് അത് പറയാൻ പോയില്ല. പിന്നെ രണ്ടാമതൊരു കാര്യമാണ് എനിക്ക് കുറേ നാളായിട്ട് പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പണ്ടുപോലെ പറയണമെന്ന് വിചാരിച്ചുകൊണ്ട വിഷയമാണ്. ഈ എന്താ പറയുക, ഈ കുറേമാർക്കൊരു വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്, പ്രോട്ടീൻ പൗഡർ ആൻഡ് സ്റ്റിറോയിഡ്സ് ഫേക്ക് മസിൽസ്. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രോട്ടീൻ പൗഡർ കലക്കി അടിച്ചിട്ട് ഈ സ്റ്റിറോയിഡ്സ് കയറ്റുമ്പോൾ ഉടനെ മസിൽ വരുമെന്ന് നിൻ്റെ അടുത്ത് ആരുടെ പറഞ്ഞു? അങ്ങനെയല്ല. ഇതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. മനസ്സിലായില്ല? അതേ പറഞ്ഞു, ഈ കുറച്ചെങ്കിലും ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരെ കേൾക്കുമ്പോണ്ടല്ലോ നിൻ്റെയൊക്കെ വില പോണതിന് ഒരു കൈയും കണക്കും കാണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞ സാധനം ബോഡിക്ക് വേണ്ട ഒരു സപ്ലിമെൻ്റാണ്. മനസ്സിലായി? അപ്പോൾ ഈ പ്രോട്ടീൻ പൗഡർ അടിച്ച് എന്നും പറഞ്ഞ് നമുക്ക് മസിൽ ഉടനെ ഇങ്ങനെ പെരുകി വരില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അതുപോലെ തന്നെ സ്റ്റിറോയിഡ്സ് എന്ന് പറയുമ്പോൾ എന്തോ മറ്റേ വിഷം. ഞാൻ സ്റ്റിറോയിഡ്സിനെ പ്രൊമോട്ട് ചെയ്യണോ ഒന്നുമല്ല. ഓക്കെ, ഞാൻ ഒരു രീതിയിലും സ്റ്റിറോയിഡ്സിനെ പ്രൊമോട്ട് ചെയ്യണോ അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡറിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഇത്രേ ഉള്ളൂ. സ്റ്റിറോയിഡ്സ് അടിച്ച ഉടനെ മസിൽ പെരുകി വരും, അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ അടിച്ച ഉടനെ മസിൽ കയറി അങ്ങ് പെരുകും എന്നുള്ള നിൻ്റെയൊക്കെ തെറ്റിദ്ധാരണ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. കാരണം അത് തെറ്റായ ധാരണ തന്നെയാണ്. പ്രോട്ടീൻ പൗഡർ അടിക്കുകയോ അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് കയറ്റുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ അത് കയറ്റിയിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മസിൽ കയറില്ല. മനസ്സിലായി? ഈ നമ്മൾ എത്രത്തോളമാണോ വർക്കൗട്ട് ചെയ്യണം, എത്രത്തോളമാണോ നമ്മൾ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് കൊടുക്കുന്നു, ഈ പറയുന്ന പ്രോട്ടീൻ പൗഡറോ സ്റ്റിറോയിഡ്സോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഡബിൾ അല്ലെങ്കിൽ 3 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടി കൂടുതൽ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടി വരും, മെനക്കെടേണ്ടി വരും. മനസ്സിലായി? അപ്പോൾ ഈ പ്രോട്ടീൻ പൗഡറോ സ്റ്റിറോയിഡ്സോ ഒക്കെ എടുക്കുന്ന ആളുകൾ ഇതൊക്കെ എടുത്തിട്ട് അതുപോലെ മെനക്കെട്ട് കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ശരീരത്തിൽ ഈ കാണുന്ന ഉരുണ്ട് കാണുന്ന സാധനങ്ങൾ കാണത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും കാണില്ല. അല്ലാതെ എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് പ്രോട്ടീൻ പൗഡറും സ്റ്റിറോയിഡ്സൊക്കെ എടുത്തിട്ട് വീട്ടിൽ ഇരുന്ന് ലേസ് ചിപ്സും കഴിച്ച് സിനിമ കണ്ടുകൊണ്ടിരുന്നിട്ട് അങ്ങനെ വയറും ചാടി വണ്ണവും വെച്ച് ആകെ സീൻ കോണ്ടറായിട്ടുള്ള കൂട്ടുകാരന്മാർ എനിക്കുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതൊരിക്കലും അങ്ങനത്തെ മണ്ടത്തനങ്ങൾ ദയവ് ചെയ്ത് ഇനി എഴുന്നള്ളിക്കില്ല. കാരണം അത് അങ്ങനെ അല്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് കേൾക്കുന്നവർക്കെങ്കിലും മനസ്സിലായി കാണുമല്ലോ. ഇനി തിരിച്ചെൻ്റെ അടുത്ത് തർക്കിക്കാൻ നിൽക്കരുത്. കാര്യം അത് അങ്ങനെയല്ല ഗൈസ്. കാരണം ഈ ഇപ്പോൾ ഈ കോമ്പറ്റീഷൻ ഇറങ്ങുന്ന, അപ്പോൾ എനിക്കുണ്ട് ഫ്രണ്ട്സ് കോമ്പറ്റീഷൻ ഇറങ്ങുന്ന
കോമ്പറ്റീഷന് ഇറങ്ങിയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ, ബോഡി ബിൽഡിങ് കോമ്പറ്റീഷനൊക്കെ ഇറങ്ങിയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട്. ഒന്നും വേണ്ട, നമ്മുടെ ഏറ്റവും ചങ്ക് റൂബൻ, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ കോമ്പറ്റീഷനിലൊക്കെ ഇറങ്ങിയിട്ടുള്ളതാണ്. മിസ്റ്റർ ട്രിവാൻഡ്രം, മിസ്റ്റർ കേരള, ഏതൊക്കെ കോമ്പറ്റീഷനാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവന് ഇതുപോലെ ഈ പറയുന്ന സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ എടുക്കുന്ന ആളുകൾ ഇത് കേൾക്കുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന, അതായത് ഫിറ്റ്നസ് ലോകത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ബ്ലണ്ടറാണ് ഈ പറയുന്ന പരിപാടി. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പ്രോട്ടീൻ പൗഡർ എടുക്കുന്നവരെ കുറ്റം പറയുക, അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് എടുക്കുന്നവരെ പുച്ഛിക്കുകയോ ചെയ്യരുത്. കാരണം അതുകൊണ്ട് നിങ്ങൾ പ്രോട്ടീൻ പൗഡർ എടുക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിറോയിഡ്സ് എടുക്കണോ എന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലായില്ലേ? നിങ്ങൾ നിങ്ങളുടെ വർക്കൗട്ട് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിൽ കഴിക്കുക, അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. പക്ഷേ ഇത് കഷ്ടപ്പെട്ട് ഈ പറയുന്ന സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്ത് കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്ത് ബോഡിയെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഊള കമൻ്റ് ഇട്ട് നിങ്ങൾ തന്നെ സ്വയം മണ്ടന്മാരോ മണ്ടികളോ ആവരുത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യുക, എന്തില്ലേ, അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അപ്രീഷിയേറ്റ് ചെയ്യാൻ ഉള്ള മനസ്സില്ലെന്നുണ്ടെങ്കിൽ അത് വിടുക, എന്തില്ലേ, നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ല, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പോകണ്ട എന്ന് തന്നെ അങ്ങ് വിചാരിക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കാര്യം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഊള കമൻറ്റുകളും ഇങ്ങനത്തെ എന്താ പറയുക ഭൂലോക മണ്ടത്തനം വിഡ്ഢിത്തരങ്ങൾ എഴുന്നള്ളിക്കരുത്. അപ്പം എൻ്റെ ഒരു അഡ്വൈസാണ് ഗൈസ്. അപ്പം നിങ്ങളത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു മിനിറ്റ്, വീണ്ടും പട്ടിച്ചല്ലേ, സോറി ഗൈസ്, ഒന്ന് ക്ഷമിക്കുക. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ ഇത് അഡ്വൈസ് അല്ല, എൻ്റെ റിക്വസ്റ്റാണ് നിങ്ങളത് ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ പറയണം. അല്ലാതെ എന്താ പറയുക, ഈ ഫിറ്റ്നസ്സിനെ കുറിച്ച് വലിയ അറിവില്ലാത്ത യോഗ്യന്മാർ ഇങ്ങനത്തെ മണ്ടത്തരം പറയണം, ഇങ്ങനത്തെ വലിയ വിഡ്ഢിത്തരം പറയുന്ന യോഗ്യന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇത് എൻ്റെ സൈഡിൽ നിന്നുള്ളൊരു ഹമ്പിൾ റിക്വസ്റ്റാണ്. ദയവ് ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള വലിയ വിവരമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ പോകരുത്. നിങ്ങൾ സംസാരിച്ചു, നിങ്ങൾ ഇങ്ങനത്തെ വലിയ കമൻറ്റുകൾ, നിങ്ങൾ അല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് അതങ്ങനെയാണ് എന്നുള്ള വലിയ വാചകങ്ങൾ പറയാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പറയാതിരിക്കുമ്പം ആളുകൾക്ക് നമ്മുടെ അടുത്തുള്ള റെസ്പെക്റ്റ് കൂടത്തേ ഉള്ളൂ. ആളുകൾ നോക്കുമ്പോൾ നമ്മളെ കോമാളികളെ പോലും നോക്കൂല അറ്റ്ലീസ്റ്റ്. അതുകൊണ്ടത് പറയാതിരിക്കുക. ഇത് എപ്പോഴും എനിക്ക് പണ്ടുപോലെ എനിക്ക് പറയണമെന്നുള്ള കാര്യമാണ്. പക്ഷേ പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടില്ല ഗൈസ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പറയണമെന്നേ ഉള്ളൂ. നിങ്ങൾക്കിങ്ങനെ ഒഫൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടി നല്ലത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഒരിക്കലും പറയരുത്. പിന്നെ ഈ കാലറീസ് ഇപ്പം ഞാൻ ഇട്ട വീഡിയോനകത്ത് പറയുന്നുണ്ട്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നില്ല. ഇനി അഥവാ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പായാൽ തന്നെ നമ്മുടെ കാലറീസ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. നമ്മൾ ഡെയിലി കാലറീസ് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രം മതി എന്നും ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഈ ഹെൽത്തി കാലറീസ് നമ്മളങ്ങനെ എണ്ണി കഴിക്കണോ എന്നുള്ളത്. അതായത് ഓരോ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിനകത്ത് എത്ര കാലറി ഉണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് എണ്ണി കഴിക്കാനുള്ള സമയം നമുക്കുണ്ടോ സഹോദര എന്നെ അടുത്ത് കുറേ പേര് ചോദിച്ചു. അപ്പം അതിൻ്റെ മറുപടി എന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ ഈ സാധാരണക്കാരാണ്. നമുക്ക് സാധാരണ പോലെ രാവിലെ എണീച്ച് നമുക്ക് വീട്ടിൽ അമ്മ മറ്റേ ദോശയോ അപ്പോ അല്ലെങ്കിൽ ഇഡലിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും. അങ്ങനത്തെ ആൾക്കാരായിരിക്കും. അങ്ങനത്തെ ആളുകളുടെ അടുത്ത് വീട്ടിൽ പോയി അമ്മയെടുത്ത് പോയിട്ട് അമ്മ നാളെ മുതൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇത്രയും കാലറി മതി എന്ന് പറഞ്ഞാൽ അമ്മ ചൂലെടുത്ത് അടിക്കും, മനസ്സിലായോ? അപ്പോൾ അത് ചെയ്യരുത്. അങ്ങനെ ചെയ്യാനല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടല്ലോ. ഇപ്പോൾ രാവിലെ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇന്നതാണ് കഴിച്ചത്, ഞാൻ ഇത്രയും കഴിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഓക്കെ, ഏകദേശം. അപ്പോൾ അത് ഗൂഗിൾ ചെയ്ത് നോക്കിയോ, ഈ പറയുന്ന ഭക്ഷണത്തിൽ എത്ര കാലറി ഉണ്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയോ. ആദ്യമേ നിങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഫുഡ് കാണുമല്ലോ, അതിന് എത്ര കാലറി ആണെന്നൊരു ഐഡിയ വയ്ക്കുക. എന്നിട്ട് അത് നിങ്ങൾ എത്രത്തോളം കഴിച്ചു അതിന് ക്വാണ്ടിറ്റി നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ രാവിലെ ഹെവി ആയിട്ടാണ് കഴിച്ചെങ്കിൽ നിങ്ങൾ ഉച്ചത്തെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഫുഡ് കുറച്ചൊന്ന് കുറയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കാണുമല്ലോ, ഓക്കെ, രാവിലെ ഞാൻ ഇന്ന സാധനമാണ് കഴിച്ചത്, അപ്പം ഇനി ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദി ഡേ ഞാൻ കാലറീസ് കൂട്ടാൻ പാടില്ല, മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഒരു ഫുഡും എടുത്തിൻ്റെ കാലറി ഇത്രയായിരുന്നു എണ്ണി കഴിക്കാനല്ല പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പോകരുത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ കാണും. പക്ഷേ ഞാൻ പറഞ്ഞു, നമ്മൾ സാധാരണക്കാർക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. രാവിലെ നമ്മളൊരു മീല് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എന്തുമാണ് കഴിച്ചത്, എത്രയാണ് കഴിച്ചത്. ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചിന് നമ്മളൊരു മീൽ കഴിച്ചാൽ നമുക്കറിയാം നമ്മൾ എത്ര കഴിച്ചത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദി ഡേ ഫുഡ് കഴിക്കാവും, മനസ്സിലായില്ല? അപ്പം കാലറി നമ്മൾ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ കൃത്യമായിട്ട് അളന്ന് കുറിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആയിക്കോളും, മനസ്സിലായോ? എനിക്ക് അഡ്ജസ്റ്റ് ആകുമ്പോഴും ഈ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഈ 100 കാലറി കൂടിപ്പോയല്ലോ അല്ലെങ്കിൽ ഒരു 50 കാലറി കുറഞ്ഞു പോയല്ലോ, അങ്ങനത്തെ ചിന്ത ഒന്നും വേണ്ട. അതൊന്നും വേണ്ട. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാലറീസ് മെയിൻറ്റെയിൻ ആണ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതുപോലെ അത് ആരുടെ അടുത്താണെങ്കിലും എനിക്ക് പറയാനുള്ളൂ ഇത്രേ ഉള്ളൂ. നമ്മൾ രാവിലെ ഉച്ചയ്ക്ക്
വൈകുന്നേരം ചിലപ്പോൾ കഴിച്ചാൽ കഴിക്കും, പിന്നെ രാത്രി ഒന്നുകിൽ 3 നേരം അല്ലെങ്കിൽ 4 നേരമാണ് നമ്മൾ നോർമലി കഴിക്കുന്നത്, മനസ്സിലായി. അപ്പോൾ ആ കഴിക്കുന്ന മീൽസ് ബാലൻസ് ചെയ്ത് പോവുക, കഴിക്കുന്ന സാധനങ്ങൾ എന്താ, അപ്പോൾ അത് ബാലൻസ് ചെയ്ത് കഴിക്കാൻ ഉള്ളൊരു ബോധം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അത് ആദ്യം ഒരു തവണ മാത്രം ഗൂഗിൾ ചെയ്യുക, നിങ്ങൾ നോർമലി കഴിക്കുന്ന ഫുഡിൻ്റെയൊക്കെ കാലറീസ് എത്ര എന്നുള്ളത്, അത് മതി. അപ്പോൾ അങ്ങനെ ഗൂഗിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്തിനൊക്കെയാണ് എത്രയൊക്കെ കാലറീസ് വരുന്നതെന്നുള്ളത്. അപ്പോൾ അത് വെച്ച് നിങ്ങൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് കഴിയുക. അല്ലാതെ ഓരോ തവണയും കഴിക്കുന്ന മുമ്പ് അമ്മ 1 മിനിറ്റ് ഞാൻ ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് ശരി 2 മുട്ട ഇട്, അല്ലെങ്കിൽ അടുത്ത ഗൂഗിൾ ചെയ്തിട്ട് 2 പഴം ഇട്, അങ്ങനെയൊക്കെ ചെയ്യരുത്. ഓക്കെ, അങ്ങനെ നിങ്ങളാരും ചെയ്യില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അങ്ങനെ ചെയ്യുന്ന ഖേമന്മാരുണ്ടെങ്കിൽ അവരുടെ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ സർവീസ് സെൻറ്ററിൽ പോയി നമ്മുടെ ബംബിൾ ബി ഇറക്കാനുള്ള ടൈമായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുന്നേ ഈ ഒരു സാധനം പെട്ടെന്ന് കണ്ടപ്പോൾ വന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടി ഇറക്കിയിട്ട് കാണാം. ഓക്കെ.